സൂറത്ത് തൗബ മാഇദയിലെ 101 ആയത്താണ് നമ്മൾ പരിശോധിച്ചത്. 5-ൽ 101 ആയത്ത്. ദീനിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യണം. എന്നാൽ ആ ചോദ്യവും പഠനവും കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രാവർത്തികമാക്കുക എന്ന നിർബന്ധമായ ബാധ്യത നമ്മുടെ മേലുണ്ട്. അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കൽ പോലും, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് വലിയ തെറ്റായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ട് ആ കാര്യം മനസ്സിലാക്കി അത് ചെയ്യണം, ജീവിതത്തിൽ എനിക്ക് അത് നടപ്പിൽ വരുത്തണം എന്ന ചിന്തയോടുകൂടി ഒരാളത് ചെയ്യുമ്പോൾ, മൻസലക ത്വരീഖൻ യൽതമിസു ഇലൈഹി, റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഒരു മാർഗത്തിൽ, ഒരു വഴിയിൽ പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്നത് അയാൾ ഇൽമ് തേടിക്കൊണ്ടാണ്, അറിവ് അന്വേഷിച്ചു കൊണ്ടാണ് അയാൾ പ്രവേശിക്കുന്നതെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്നാണ്. നമ്മൾ സാധാരണ നമ്മളോടൊരാളൊരു പ്രയാസം പറയുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ സഹലല്ലാ എന്ന് പറയും. എന്താ സഹലല്ലാ എന്ന് പറഞ്ഞാൽ? അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് നമ്മൾ പറയും. നമ്മൾ സാധാരണ മാഷാ അല്ലാ ബാറക്കല്ലാ എന്നൊക്കെ പറഞ്ഞ പോലെ പറയുന്നൊരു വാക്കാണ് സഹലല്ലാ, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഏത് കാര്യവും അള്ളാഹു എളുപ്പമാക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയായാണ് എളുപ്പമാക്കേണ്ടത്. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു ശരിയല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ട് അത് എളുപ്പമാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ അള്ളാഹു നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം തരേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. പലപ്പോഴും നമ്മൾ എളുപ്പം പ്രതീക്ഷിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതുന്ന കുട്ടി പരീക്ഷ എളുപ്പമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, മാർക്ക് കൂടുതൽ കിട്ടാനാണ്. അങ്ങനെ ദുന്യവിയായ കാര്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ എളുപ്പം പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ എളുപ്പം പ്രതീക്ഷിക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എളുപ്പം പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അത് അള്ളാഹു എളുപ്പമാക്കി തരുന്ന വിഷയം, ഒരു മാനദണ്ഡമാണ്, എളുപ്പമാക്കി തരുന്ന കാര്യമാണ് ഇൽമ അന്വേഷിച്ച ഒരാൾ പുറപ്പെടുക എന്നത്, ആ മാർഗത്തിൽ അയാൾ പ്രവേശിക്കുക എന്നുള്ളത്. ആ പ്രയോഗം പോലും ഒരു വലിയ പാഠമാണ് നമുക്ക്. എന്താണ് ആ പ്രയോഗം? ഒരാൾ ഇൽമ അന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. അപ്പോൾ പ്രവേശനം എന്നത് നമുക്കറിയാം. ഇപ്പോൾ നമുക്കൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുക, ഇപ്പോൾ ഒരു എൻട്രൻസ്, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന പരീക്ഷ, ഒരു റൂമിലേക്കുള്ളൊരു വാതിൽ, ഒരു എൻട്രി, അയാൾ കടന്ന് ഇരിക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ അയാൾ അതിലേക്ക് പ്രവേശിച്ചാൽ എന്നാണ്. ഇന്നിപ്പോൾ വലിയൊരു പ്രയാസമായി നമ്മൾ കാണുന്നത് അതിലേക്ക് പ്രവേശിക്കാത്തതാണ്. പലർക്കും അറിവന്വേഷിച്ചു കൊണ്ടുള്ള ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളാണ്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത്. ദീനിന് വിഷയത്തിൽ
നമ്മൾ എങ്ങനെയൊക്കെ ചോദിക്കണം, എങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ല, എപ്പോൾ ചോദിക്കണം, എപ്പോൾ ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കേണ്ട രീതി എങ്ങനെയാണ്, ഏതൊക്കെ വിഷയത്തിലാണ് ചോദിക്കേണ്ടത്, ചോദിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ അത് നമുക്ക് എന്തുകൊണ്ട് ചോദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്തരം എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബിനോട് അഫുവിനെ ചോദിക്കണം, മാപ്പിനെ ചോദിക്കണം എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം ഖുർആനിൽ ഒരുപാട് തവണ പരാമർശിച്ച, ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ച പ്രവാചകനാണ്. മൂസാ നബിയുടെ കൂടെയുള്ള ഒരു സമൂഹത്തെ മൂസാ നബി കൂടെ കൊണ്ട് നടന്ന് ദീന് പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം, മൂസാ നബിയുടെ കൂടെയുള്ള ആളുകളെ മൂസാ നബി കൂടെ കൊണ്ട് നടന്ന് അവരെ പഠിപ്പിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അവരിങ്ങനെ മൂസാ നബിൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറി അവരവരുടെ ഇച്ഛക്കും താല്പര്യത്തിനും അനുസരിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബിക്ക് ഒരു ഗ്രന്ഥം, മുഹമ്മദ് നബിക്ക് ഖുർആൻ കൊടുത്ത പോലെ മൂസാ നബിക്ക് ഒരു ഗ്രന്ഥം തൗറാത്ത് കിട്ടുന്നതിന് മുമ്പേ മൂസാ നബി എന്ത് തുടങ്ങിയിട്ടുണ്ട്? പ്രബോധനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗ്രന്ഥമായിട്ട് അള്ളാഹു തആല തൗറാത്ത് കൊടുക്കുകയാണ്. അതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി വരുന്നുണ്ട്. ഈ തൗറാത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ആര് പ്രബോധനം ചെയ്യണത്? മൂസാ നബി പ്രബോധനം ചെയ്യണത്. മൂസാ നബിക്ക് വഹി വരുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മൂസാ നബിക്ക് ഭയങ്കരമായ ബേജാറുണ്ട്. മൂസാ നബിൻ്റെ ബേജാർ എന്താ പറയുക നിങ്ങൾ? മൂസാ നബിക്ക് അള്ളാഹു പറഞ്ഞ് തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെയാണ് 40 ദിവസത്തെ വ്രതാനുഷ്ഠാനവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിലൊന്നും മൂസാ നബിക്കൊരു പ്രശ്നമില്ല. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോകും. മൂസാ നബി കുടുംബത്തെയോ മൂസാ നബീൻ്റെ കുടുംബമോ അല്ലെങ്കിൽ മൂസാ നബീൻ്റെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നുമല്ല മൂസാ നബിക്ക്. മൂസാ നബിക്കുള്ള ഏറ്റവും വലിയ ബേജാറുണ്ടായിരുന്നത് മൂസാ നബീൻ്റെ കൂടെയുള്ള അനുയായികളുടെ കാര്യത്തിലാണ്. അവരെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അവർ എന്ത് നിലപാട് സ്വീകരിക്കും, അവരെങ്ങോട്ട് പോകും, എന്താകും അവരവസ്ഥ ഒന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച്, ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച്, ഒരാളെ ഏൽപ്പിക്കാതെ പോകാൻ പറ്റൂല. ചെറിയ കുട്ടികളെ മാതിരിയാണ്. നമുക്കൊരു വലിയ മാതൃക ഉണ്ടായില്ലേ? അങ്ങനെ അവർ ബുദ്ധി വളർച്ച ഇല്ലാത്തവരോ അല്ലെങ്കിൽ പക്വതെത്താത്തവരോ അങ്ങനെ അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായ രൂപത്തിലുള്ള എന്തെങ്കിലും അപക്വതകളുള്ളവരോ ഒന്നുമല്ല, മറിച്ച് അവരുടെ നടപടികളാണ്, അല്ലാതെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരാളെ ഏൽപ്പിക്കാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെയാണ് ഏൽപ്പിച്ചിട്ട് പോണത്. അത് മൂസാ നബിക്ക് ഏറ്റവും വിശ്വസ്തനായ മൂസാ നബിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുക്കാൻ വേണ്ടി മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മൂസാ നബിൻ്റെ സഹോദരൻ തന്നെ കൂട്ടിയിട്ടാണ് ദൈവത്ത് നടത്തുന്നത്. അങ്ങനെയാണ് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് ആര് പോണത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോണത്. അപ്പോൾ പിന്നെ വന്നപ്പോൾ എന്താ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ വിഷയം പറയുന്നിടത്ത് 2 തവണ അല്ലാഹു തആല, നിങ്ങൾ സൂറത്ത് നിസായിലെ 152 ആദ്യം നിങ്ങളൊരു കാര്യം, നിങ്ങൾ അൽബക്കറ മറിക്കുക. അൽബക്കറയിലെ 51-ാമത്തെ ആയത്ത് ആദ്യം അത് നോക്കിയ.
അൽ ബക്കറിൽ 51 ആദ്യം അത് നോക്കുക. 51. വായിച്ചോളേ. وإذ وعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. അല്ലാഹു തആല ഈ 3 ആയത്തിലെയും ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന എല്ലാ നിലക്കുമുള്ള വളരെ വലിയ പ്രയാസവും പ്രശ്നവും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, പരിഹാരവും പറയുന്നുണ്ട്. എന്താണ്? വൈദ് വാഅദിന മൂസാക്ക് നാം നിശ്ചയിച്ചത് നിങ്ങൾ ഓർക്കണം. എന്താ നിശ്ചയിച്ചത്? 40 ലൈല, 40 രാവുകൾ എന്ന് പറഞ്ഞാൽ 40 ദിവസം 40 രാവുകൾ നാം നിശ്ചയിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, തൗറാത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസിന പർവ്വതത്തിലേക്ക് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പോവുകയാണ്. അപ്പോൾ 40 ദിവസം തൂരിസിന പർവ്വതത്തിൽ പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം 40 ദിവസം ആരാധനയിൽ മാത്രം കഴിച്ചുകൂട്ടി എവിടെ താമസിക്കണം? തൂരിസിന പർവ്വതത്തിൽ താമസിക്കണം. ആ തായ്വരയുടെ താഴെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബിൻ്റെ കൂടെയുള്ള ആളുകളെയും നിർത്തിക്കൊണ്ടാണ് ആര് പോണത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മല കയറി പോണത്. ആ മലക്ക് മുകളിലാണ് 40 ദിവസം അവിടെ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ഇബാദത്തിലായിക്കൊണ്ട് അവിടെ ഇരിക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് എന്ത് കിട്ടുക? തൗറാത്ത് കിട്ടുക. അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് അതാണ് 40 ലൈല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? സുമ്മത്തഹത്തുമുൽ ഇജ്ല മിൻ ബഅദി. അദ്ദേഹം തിരിച്ചു വന്നപ്പം അദ്ദേഹം പോയതിന് ശേഷം ഇവർ ഈ 40 ദിവസം കൊണ്ട് ഇവർ കാട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയൊരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർ തിരിച്ചു വന്നപ്പോൾ. അൻതും ലാലിമൂൻ എന്നാണ് പറഞ്ഞത്. ആ ദുൽമ് ഷിർക്ക് തന്നെയാണ്. നിങ്ങൾ പിന്നെ അക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ആ ഷിർക്കാകുന്ന ദുൽമാണ്. തുമ്മത്തഹത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വ അൻതും ലാലിമൂൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്ത്, നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, ഈ കൗമ ഏതാ? എല്ലാം നേരിൽ കണ്ടതാണ് അല്ലേ? എത്രമാത്രം വിശ്വാസം ദൃഢമാകേണ്ട ആൾക്കാരാണ് അവർ. ഫിർഔൻ്റെ കൊട്ടാരത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും, മൂസാ നബിൻ്റെ വടി പാമ്പായതും, ഫിർഔനിൻ്റെ ജാലവിദ്യക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഫിർഔൻ്റെ ജാലവിദ്യക്കാർ അവരുടെ അടുക്കലുള്ള കയറുകളും വടികളൊക്കെ പാമ്പാക്കിയതും, ആ സംഭവങ്ങളൊക്കെ ആര് കണ്ടതാ? ഇവർ കണ്ടതാ. എന്നിട്ട് ഇവർ പിന്നെ മൂസയിൽ വിശ്വസിച്ചു. മൂസാ നബി പറയുന്ന റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് മൂസാ നബിൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ്. അത് ഒരു സംഭവം. അത് കഴിഞ്ഞ് അവർ പോന്ന് അവിടുന്ന് ചെങ്കടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, മൂസ ഇനി നമുക്ക് രക്ഷയില്ല, ഇന്നാല മുദറക്കൂൻ, പിടിക്കപ്പെടും. മുന്നിൽ ചെങ്കടലാണ്, ബാക്കിൽ ഫിറോനും കൂട്ടരാണ്, നമ്മൾ പിടിക്കപ്പെടും. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇന്ന റബ്ബി മഈ സൈഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, റബ്ബൊരു മാർഗം കാണിച്ചു തരും. അപ്പോൾ ഇവർ ചെറിയ ജീവിതത്തിൽ
ഒരു അള്ളാഹിനെ പറ്റിയുള്ള ഒരു അറിവ് ശരിക്ക് ഹൃദയത്തിൽ അങ്ങോട്ട് തട്ടാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് അവർക്ക്. ആ പ്രശ്നം തന്നെയാണ് ഇന്ന് മൂസാ നബിൻ്റെ കൗമിൻ്റെ ചരിത്രം കൂടുതൽ അള്ളാഹ് ഖുർആനിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കുണ്ടായിരുന്ന അവസ്ഥ എന്താണോ അതേ അവസ്ഥയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ഉള്ള മുസ്ലിം സമൂഹത്തിനുള്ള അതേ അവസ്ഥയാണ്. ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ അള്ളാനെ വിടുന്നൊരവസ്ഥ ഉണ്ട്. അതിലുണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും. ഇപ്പം ഏറ്റവും കൂടുതൽ ആത്മീയമായി ചൂഷണത്തിന് മുസ്ലിമീങ്ങൾ വിധേയമാകാനുള്ള കാരണം എന്താണ്? ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ എൻ്റെ ഏത് പ്രതിസന്ധികളും എൻ്റെ റബ്ബിനല്ലാതെ മാറ്റാനും കഴിയില്ല എന്ന ഒരു ഉറച്ച ഈമാനുണ്ട് എങ്കിൽ ഒരിക്കലും പോകൂലല്ലോ, തെറ്റിപ്പോകൂലല്ലോ. അപ്പോൾ ഇവർ ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തിനെങ്കിലൊക്കെ ഒന്നിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാര്യം കാണുമ്പോഴേക്ക് അവിടെ അങ്ങോട്ട് നാട്ടകുത്തി വീഴുന്ന, സുജൂദിൽ വീഴുന്ന, അതിനെ ഇബാത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ പോവാണ്. അതാണ് സാമിരി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളെ പേരതാണ്, ഖുർആനിൽ ആ പേര് പറയുന്നുണ്ട്. മൂസാ നബി പോയ ഈ തക്കത്തിന് 40 ദിവസം എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. ഇതൊക്കെ കണ്ട ആൾക്കാർ മാറിയെന്ന് ഇറങ്ങണമെന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ടൊരു വഴി കാണിച്ച് തരുന്ന മൂസാ നബി തിരിഞ്ഞ് പറഞ്ഞത് കേട്ട ആൾക്കാരാണ് കൂടെ ഉള്ളവർ, അല്ലേ? അപ്പം ചെങ്കടൽ പിളർന്നിട്ടില്ല, മനസ്സിലാക്കണം നമ്മൾ. ചെങ്കടൽ പിളർന്നിട്ടില്ല. അപ്പോൾ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ഏതൊരു റബ്ബിൽ വിശ്വസിച്ചിട്ടാണോ നിങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, ആ റബ്ബ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. റബ്ബ് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ റബ്ബിൻ്റെ സഹായം നമ്മളെ കൂടെ ഉണ്ടെന്നർത്ഥം. ആ സഹായം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് കേട്ടവർ അത് കണ്ണുകൊണ്ട് കാണുകയാണ്. പിന്നെ ആദ്യം കേട്ടത് കണ്ണുകൊണ്ട് കാണുകയാണ്. അള്ളാൻ്റെ കൽപ്പന വരുന്നു, ആ കൽപ്പന പ്രകാരം ചെങ്കടൽ അടിക്കുന്നു, അത് പിളരുന്നു, അവർ രക്ഷപ്പെടുന്നു. പിന്നിൽ പിടിക്കാൻ വേണ്ടി വന്ന ഫിറഔനും കൂട്ടരും അതിൽ മുങ്ങി മരിക്കുന്നു. ഇത് കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാണ്. അപ്പോൾ എത്ര ഈമാൻ ശക്തി പ്രാപിക്കണം, ഈമാൻ എത്ര ശക്തിപ്പെടണം. അങ്ങനെയുള്ള ആൾക്കാരാണെന്ത് മൂസാ നബി പറഞ്ഞ ആ റബ്ബ്, അത് ശരിക്ക് കണ്ട ആൾക്കാരാണ്. മൂസാ നബി ഒരു 40 ദിവസത്തെ അവധിയെടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്ക്, തിരിച്ച് മല കയറിയ മൂസാ നബി മല ഇറങ്ങി വന്നപ്പോഴേക്ക് കാണുന്നത് എന്താ? താഴ്വരയിൽ ഇവർ ഈ പശുക്കുട്ടിനെ വെച്ച് ആരാധിക്കണതാണ്. ആ പശുക്കുട്ടിന് സങ്കടം പറയലും, ആ പശുക്കുട്ടിയോട് ആവലാതി പറയലും, വേവലാതി പറയലും, ആ പശുക്കുട്ടിക്ക് ഇബാത്ത് ചെയ്യലുമായിട്ട് കഴിച്ചു കൂട്ടുകയാണ്. അതാണ് അള്ളാഹ് ഈ പറഞ്ഞത്. എന്നാൽ അടുത്ത ആയത്ത് സുമ്മ അഫൗന അൻകും മിൻ ബഅദി ദാലിക, എന്നിട്ട് അതിന് ശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി. കണ്ടാ, അഫവ് നൽകി. സുമ്മ അഫൗന അൻകും മിൻ ബഅദി ദാലിക, എന്തിനാണ് ഈ മാപ്പ്? ലഅല്ലക്കും തഷ്കുറൂൻ, ശുക്ർ ചെയ്യണം, നന്ദി കാണിക്കാനാണ്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ ഇറക്കുകയും ആ ശിക്ഷയിൽ അവർക്ക് അല്ലാഹു തആല ആ ശിക്ഷയിൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു. ആ അള്ളാഹിൻ്റെ മാപ്പ് ശരിക്കും ഇങ്ങനെ പ്രകടമായി കാണുന്ന ഒരു ചരിത്രമാണ് ആരത്? മൂസാ നബിൻ്റെയും മൂസാ നബിയുടെ കൂടെയുള്ള അനുയായികളുടെയും ചരിത്രം ഖുർആനിൽ നമ്മൾ കാണുന്നത്. അവരിങ്ങനെ തെറ്റിയും അള്ളങ്ങനെ മാപ്പ് കൊടുക്കും. അപ്പോൾ അള്ളാഹു അഫൂവാണ്, അങ്ങേയറ്റം മാപ്പ് കൊടുക്കുന്നവനാണ് എന്നത് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവങ്ങളാണല്ലോ ഖുർആൻ. അപ്പോൾ ശരിക്ക് ഈ ശുക്ർ ജീവിതത്തിൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ നമുക്ക് നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹ് മാപ്പ് നൽകിയെന്ന. ഇനി ഇതിൻ്റെ ഒരു മറ്റ് വിശദീകരണം എന്താ പറയുക? ഖുർആനിൽ അല്ലാഹു തആല പരാമർശിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് എല്ലാ ആയത്തും കൂടി പറയാൻ നേരം ചെയ്യാത്തതുകൊണ്ടാണ്. അവിടെ അള്ളാഹ് പറയുക യഅഫു അൻ കസീർ, നിങ്ങൾക്ക് മിക്കതും അള്ളാഹു മാപ്പ് തരികയാണ്, അഫവ് ചെയ്യാണ്. നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ അഫവിലാണ്, അള്ളാഹിൻ്റെ മാപ്പിലാണ്. ഇപ്പം നമ്മൾ
ജീവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാൻ്റെ മാപ്പിലാണ്. മിക്കതും അള്ളാഹ് മാപ്പാക്കുകയാണ്. നമ്മൾ മാപ്പിനെ ചോദിക്കാതെ തന്നെ അള്ളാഹു മാപ്പ് തരികയാണ്. മനുഷ്യൻ ചെയ്യുന്ന നെറുകേടുകൾ കാരണം അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ ഭൂമി ഒരു നിമിഷ നേരം പോലും ഇവിടെ നിൽക്കുന്നൊരവസ്ഥ, അതിന് മാത്രം നന്ദികേടാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറെയും അള്ളാഹ് എന്ത് ചെയ്യാണ്? മാപ്പ് നൽകുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു ശുക്ർ, നമ്മൾ ചെയ്യുന്നൊരു ശുക്ർ അള്ളാഹിൻ്റെ മാപ്പിലാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്നൊരു തെറ്റിന് അപ്പം തന്നെ അള്ളാഹ് നമ്മൾ പിടികൂടി ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പടച്ചോനെ എനിക്കതിൻ്റെ നന്ദിയുണ്ട്. അതിൻ്റെ നമ്മളൊരു ഇടങ്ങേറുന്ന് നമ്മളൊരാൾ കഴിച്ചിലാക്കി തന്നാൽ, ഒരു ബുദ്ധിമുട്ട് നമ്മളൊരാൾ രക്ഷപ്പെടുത്തി തന്നാൽ, ആ മനുഷ്യനോട് നമുക്ക് എപ്പോഴും എന്തുണ്ടാകും? നന്ദി ഉണ്ടാകും, അല്ലേ? ആ നന്ദി, പടപ്പിനോടുള്ള നന്ദി പടച്ചവനോടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ലഅല്ലക്കും തഷ്കുറൂൻ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ അറിയുമോ? ഈ നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹ് മാപ്പ് നൽകി. ശ്രദ്ധിക്കണേ, നമ്മളുടെ രാവും പകലും അള്ളാഹിൻ്റെ മാപ്പിലാണ് കഴിഞ്ഞു പോണത്. രാവും പകലും ഇനിയും നമ്മൾ റബ്ബിനോട് മാപ്പ് ചോദിക്കുകയാണ്. മാപ്പാക്ക് റബ്ബേന്ന് പറയാണ്. രാവും പകലും മാപ്പിൽ കഴിഞ്ഞു പോവുകയാണ്. പലതും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരികയാണ്, ഇത് നമുക്കറിയാം. അപ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഈ മാപ്പ് കൊണ്ട് അള്ളാഹ് തരുന്നത് ഒരേ കാര്യം മാത്രം അള്ളാഹ് ചോദിക്കണത്. അതെന്താ? നിങ്ങൾ ശുക്ർ ചെയ്യണം എന്നുള്ളതാണ്. എന്താണ്? നിങ്ങൾ ശുക്ർ ചെയ്യണം എന്നുള്ളത് മാത്രം അള്ളാഹ് പറയണത്. എങ്ങനെയാണ് ആ ശുക്ർ ചെയ്യേണ്ടത്? ആ ശുക്ർ എങ്ങനെ കാണിക്കണം? അള്ളാഹുവിൻ്റെ മാപ്പിലായി നമ്മൾ ജീവിച്ചു പോകുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുക. രാവും പകലും ഈ മാപ്പിലാണ്, നമ്മുടെ യാത്രയും സഞ്ചാരവും മാപ്പിലാണ്. എങ്കിൽ ഈ മാപ്പ് എന്തിനു നൽകിയില്ല? ലഅല്ലക്കും തഷ്കുറൂൻ, ശുക്ർ ചെയ്യാനാണ്, അല്ലേ? എങ്കിൽ ആ ശുക്ർ നിങ്ങൾ എങ്ങനെ ചെയ്യണം? അതാണ് അടുത്തായത്ത്. അടുത്തായത്ത് വായിക്കേ. ആ ശുക്ർ എങ്ങനെ ചെയ്യണം? ലഅല്ലക്കും, അതാണ് ഫുർഖാൻ കിതാബ്, അതാണ് ശുക്രിൻ്റെ മാർഗം. ഇത് അത്തൈന, ഇത് ആ 2 ആയത്ത് നോക്കി നിങ്ങൾ. ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ 49-ാമത്തെ ആയത്ത് മുതൽ ഇത് കണ്ടോ? ഇങ്ങനെ ആവർത്തിക്കണേ കാണാം. അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു തആല വആതൈന മൂസൽ കിതാബ വൽ ഫുർഖാൻ. ശരിക്കും അവിടെ എന്ത് മതി? കിതാബ് എന്ന് മതി, ഫുർഖാൻ എന്ന ആവശ്യമില്ല. അവിടെ ഉണ്ടോ? കിതാബിന് എന്താണ്? ഫുർഖാനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? നിങ്ങൾ ഖുർആനിൻ്റെ വേറൊരു പേരാണെന്ത്? ഫുർഖാൻ, അല്ലേ? ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണേ. ഖുർആൻ ഒരാൾക്ക് ഫുർഖാനായി മാറണം. ഖുർആൻ ഫുർഖാനായി ഒരാൾക്ക് മാറണം. അതാണ് വേണ്ടത്. ഖുർആനിനെ ഫുർഖാനാക്കണം. എങ്ങനെ? ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം എന്നാണ് അർത്ഥം, വായിക്കപ്പെടുന്നതെന്നൊക്കെ അർത്ഥം പറയും. ഫുർഖാൻ എന്ന് പറയുന്നത് അർത്ഥം വിവേചനമാണ്. എന്താ ഫുർഖാൻ? വിവേചനമാണ്. ഖുർആൻ നമുക്ക് ഫുർഖാനാവണം. അതിനെന്ത് വേണം? ഖുർആൻ ഫുർഖാനാകണമെങ്കിൽ എന്താ വേണ്ടത്? പഠിക്കണം. ഖുർആൻ ഒരാൾക്ക് ഫുർഖാനുൽ അലീം ആകണമെങ്കിൽ അത് ഫുർഖാനാക്കാണ് വേണ്ടത്. മനസ്സിലാണ്ട് പറഞ്ഞത്? സത്യവും അസത്യവും നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ലഅല്ലക്കും, എന്താ ആയതിൻ്റെ അവസാനം? തഹ്തദ്. അപ്പോഴേ ശരിയായ വഴി കാണുള്ളൂ. യഥാർത്ഥ വഴി, ശരിയായ ഹിദായത്തിൻ്റെ മാർഗം അവർക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് എന്തു കൊടുത്തു? കിതാബും ഫുർഖാനും കൊടുത്തു എന്നാണ് പറഞ്ഞത്. കിതാബും
ഈ ഫുർഖാൻ കിതാബ് ഒരാൾക്ക് ഫുർഖാൻ ആയിട്ടില്ലെങ്കിൽ അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഖുർആനിൽ അള്ളാഹ് വ്യക്തമായി പറയുന്നില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, ഷിർക്ക് പാടില്ല എന്നുള്ളത് അല്ലേ? എന്നിട്ടും ഈ ഖുർആനിന് അനുയായികളായ മുസ്ലിമീങ്ങൾ എങ്ങനെ ഷിർക്ക് ചെന്ന് ചാടുന്നത്? ഖുർആൻ ഫുർഖാൻ ആകാത്തതുകൊണ്ടാണ്. ഖുർആൻ അവർക്ക് എന്തായില്ല? ഫുർഖാൻ ആയില്ല. അതാണ്. ഇനി ഒരാൾക്ക് ഭയങ്കര തിരക്കാണ്, ഓന് ബിസിയോട് ബിസിയാണ്. അപ്പോൾ അള്ളാഹു തആല എന്താക്കിയെന്ന് നിങ്ങൾ, ഇവൻ ഏറ്റവും കൂടുതൽ വേർതിരിച്ചറിയേണ്ട ഒരു കാര്യം 17 തവണ പറയുന്ന ഒരു സൂറത്തിൽ കൊടുന്ന ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. 17 തവണ നിർബന്ധമായിട്ടും പറഞ്ഞില്ല, നിർബന്ധമായിട്ടും പറയണം അർത്ഥം അറിഞ്ഞതിന്. അപ്പോൾ അവിടെ തന്നെ അത് മാത്രം മതി ഒരാൾക്ക് ഷിർക്കിൽ ചെന്ന് ചാടാതിരിക്കാൻ, അല്ലേ? ഷിർക്കിൽ ചെന്ന് വീഴാതിരിക്കാൻ. പിന്നെ ഒരാൾ ഷിർക്കിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട് എന്ന കാര്യങ്ങളാണ് ഈ കശുക്കുട്ടി ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചേർത്തിട്ട് കാണുമ്പോഴാണ് മനുഷ്യന്മാർ അത് അള്ളാനെ എങ്ങനെ ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. ഞാനീ പറഞ്ഞ പോയിൻ്റ് എപ്പോഴും പറഞ്ഞിട്ടാ. അള്ളാനെ എങ്ങനെ ആരാധിക്കണം? കാണാത്ത റബ്ബിനെ ആരാധിക്കണം, അല്ലേ? യുഅ്മിനൂന ബിൽ, അല്ലേ? അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവാണ്, അല്ലേ? ഗൈബിൽ ഒന്നെന്താ? നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത്? അദൃശ്യമായ രൂപത്തിൽ, അദൃശ്യനായ, ഒരിക്കലും ഭൗതികമായി നമുക്കൊരു നിലക്കും കാണാൻ കഴിയാത്ത, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത റബ്ബ്, അല്ലേ? അല്ലേ? അള്ളാഹിനെ ആരാധിക്കാൻ പറഞ്ഞ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെയൊക്കെ കഥ എന്താ? കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്, അല്ലേ? എന്താ ഒരു അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദിന് പകരം സുജൂദ് ചെയ്യാൻ വേണ്ടി പോണ സ്ഥലമാണല്ലോ ജാറോ മക്ബറൊക്കെ. അവിടുത്തെ അവസ്ഥ എന്താ? അത് കണ്ടണോ? ജാറങ്ങളും മക്ബറകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് മിന്നിത്തിളങ്ങുന്ന വിളക്കുകളും ലൈറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ കണ്ണിൻ്റെ കാണുന്ന സാധനത്തിൻ്റെ കണ്ണിൻ്റെ പൊലിമയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളെയാണ് എന്ത് ചെയ്യണത്? മനുഷ്യൻ ആരാധിക്കണത്. മനസ്സിലാണ് നിങ്ങൾക്ക് പറഞ്ഞത്? എങ്കിൽ ശരിക്കും ആരാധിക്കപ്പെടേണ്ട റബ്ബിനെ എങ്ങനെയാണ്? നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ രൂപമില്ല, ഉണ്ടോ? രൂപം വെച്ചാൽ വിഗ്രഹമായി, അല്ലേ? രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല, മാലയിടാനില്ല, വിളക്ക് കത്തിക്കാനില്ല, ഒന്നുമില്ല, അല്ലേ? ഇപ്പം എല്ലായിടത്തും വിളക്ക് കത്തിക്കണ പ്രശ്നം. അപ്പോൾ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് ചിത്രങ്ങളില്ല, ഫോട്ടോ ഇല്ല, കാണാനില്ല, ഒന്നുമില്ലാത്ത അള്ളാഹിനെ ആരാധിക്കാനാണ് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റാണ് ഇപ്പുറത്ത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളിൽ, കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പം മനുഷ്യൻ അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഇവൻ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വരേണ്ടത്. നമുക്ക് ഇതൊക്കെയും കാരണം ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന, നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് സഹായം ചോദിക്കാം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു കാര്യത്തിൽ, ഒരു പടപ്പിനെ കൊണ്ടും കഴിയാത്ത ഒരു കാര്യത്തിൽ വീണ്ടും ഞാൻ പടപ്പിനോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ അബദ്ധവും തെറ്റും ബുദ്ധിശൂന്യതയും വേറുണ്ടോ? ഇല്ല. മനസ്സിലാണ് പറഞ്ഞത്? ഒരു സഹായത്തേട്ടം ഇബാദത്താകുന്നത് എപ്പോഴാണ്? ഒരു സൃഷ്ടിക്ക് ചെയ്ത് തരാൻ കഴിയുന്നൊരു കാര്യത്തിൽ സഹായം ചോദിക്കുമ്പോൾ അത് ഇബാദത്താവുമോ? ഇല്ല, അപ്പുറത്തേക്കാണ്. എന്നിട്ട് ആ കാര്യവും ഞാൻ ഒരു സൃഷ്ടിക്ക് മുന്നിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ രൂപത്തിൻ്റെ മുന്നിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ, ചിത്രത്തിൻ്റെ മുന്നിൽ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ ശൂന്യതയും പിന്നെ വിവരക്കേടും വേറെന്താ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. എങ്ങനെ, എന്തുകൊണ്ട്, അതിൻ്റെ പരിഹാരം എങ്ങനെ, എന്തിനാണിത്? അതാണ് ഈ ആയത്ത്, ഈ 3 ആയത്തതാ.
അള്ളാഹു തആല മാപ്പ് കൊടുത്ത വിഷയം പറഞ്ഞിട്ട് എന്തിന് മാപ്പ് കൊടുത്തു, മാപ്പ് കൊടുത്താൽ ആ മാപ്പിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്തും കൂടി നോക്കുക. ഏതാ ഞാൻ ആയത്ത് പറഞ്ഞത്? നിസായിലെ 153, 4ൽ 153. ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ആയത്തിൽ കാണാം. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ കാണാം. വായിക്കേ. യസ്അലുക അഹ്ലുൽ കിതാബി, വേദക്കാർ നിന്നോട് ആവശ്യപ്പെടുന്നു. നബിനോട് പറയട്ടാ, അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമായി, നീ അവർക്ക് ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കണമെന്ന്. എന്താണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആളുകൾ, അവരുടെ പിൻഗാമികളായ ആളുകൾ, തൗറാത്തിൻ്റെ ആളുകൾ എവിടെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന കാലത്ത് അവിടെ ഉണ്ട്. ജൂതന്മാരുണ്ട് അവിടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടുമാണ്, മക്കത്തെ മുശ്രിക്കീങ്ങളോടും ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മദീനത്തെ ജൂത എല്ലാവരോടുമാണ് റസൂലിൻ്റെ ദഅവത്ത്. അപ്പം വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാർ അവർ പറഞ്ഞൊരു കാര്യമാണ്, നീ എന്ത് ചെയ്യണം? നബിനോട് പറയാണ്, ആകാശത്തുനിന്നൊരു ഗ്രന്ഥം ഞങ്ങൾക്ക് ഇറക്കിത്തരണം. ഇതിപ്പോൾ എന്താണ്? ഗ്രന്ഥമൊന്നുമില്ലല്ലോ. നബി എങ്ങനെ ദൈവത്തെ എടുത്തത്? ഗ്രന്ഥമുണ്ടോ? ഗ്രന്ഥമൊന്നുമില്ല. പിന്നെ എങ്ങനെ വഹി വരുന്നു? ആ വഹി പറഞ്ഞു കൊടുക്കുന്നു. ഗ്രന്ഥമായിട്ടില്ലല്ലോ. ഗ്രന്ഥമാകണത് എപ്പോഴാണ്? അവസാനമാണ് ഗ്രന്ഥമാവണത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ഖുർആനുണ്ടോ? ഖുർആനുണ്ട്, മുസ്ഹഫില്ല. നബി വഫാത്താകുമ്പോൾ ഖുർആനുണ്ട്. ഖുർആൻ പൂർണ്ണമായി സ്വഹാബത്തിൻ്റെ ഒക്കെ ഹൃദയത്തിൽ ഖുർആനുണ്ട്. ഏത് മുതൽ? ഫാത്തിഹ മുതൽ നാസ് വരെ ഉണ്ട്. ഇറങ്ങിയത് ആദ്യം ഇഖ്റ ബിസ്മിയാണ്. ഇഖ്റ ബിസ്മി ഇറങ്ങുമ്പോൾ തന്നെ ആ ഇഖ്റ ബിസ്മി ഖുർആനിൽ എത്രാമത്തെ സൂറത്താണ്, എവിടെയാണെന്നുള്ള വഹിയും കൂടി നബിക്ക് ഇറങ്ങുന്നുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞേ. അപ്പോൾ സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ് ഖുർആൻ പഠിച്ചതും. ഖുർആൻ പൂർത്തിയായപ്പം അന്നത്തെ ഖുർആൻ മനപ്പാഠം, നബി വഫാത്താകുമ്പോൾ 2 കാൽമ നടക്കണ ഖുർആനേ ഉള്ളൂ. എന്തില്ല? മുസ്ഹഫില്ല. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അല്ല, പേജുകളിലില്ല. അത് ഇതേമാതിരി മുസ്ഹഫില്ല. എഴുതിയിരിക്കണം, എഴുത്തുകാരുണ്ട് എല്ലിലും തോലിലും, പിന്നെ അതേപോലെ തന്നെ പല ഭാഗത്തൊക്കെ ആയിട്ട് പാറയിലൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ക്രോഡീകരിച്ചിട്ടില്ല, ക്രോഡീകരണം നടന്നിട്ടില്ല. പിന്നെ എവിടെ ഉള്ളത്? സഹാബികളുടെ അവർ മനപ്പാടാക്കാണ്, ഹൃദയത്തിലാണുള്ളത്. അപ്പം ഓരോ സൂറത്ത് ഇറങ്ങുമ്പോൾ, ഓരോ ആയത്തിറങ്ങുമ്പോൾ അതവർ മനപ്പാടാക്കും. ആ ആയത്ത് എവിടെ വെക്കേണ്ടത് അവിടെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഈ ഖുർആനിൻ്റെ ഓർഡർ പ്രകാരം മനപ്പാഠം പഠിച്ച സഹാബത്ത് എവിടെ ഉണ്ട്? ഇപ്പം നമ്മളൊരു സാധനം ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇവിടെ വെച്ച്, ഈ ബെഞ്ചിൽ ഇതാണ്, ഈ ബെഞ്ച്, ഈ ഡെസ്ക് ഫുള്ള്. അപ്പോൾ ഒന്ന് ഇവിടെ വെച്ച്, പിന്നെ ഒന്ന് അവിടെ വെച്ച്, ഒന്ന് ഇവിടെ വെച്ച്, ഒന്ന് ഇവിടെ വെച്ച്, അവസാനം 23 കൊല്ലം കൊണ്ട് കംപ്ലീറ്റായി. പറഞ്ഞ മനസ്സിലായില്ലേ? 23 കൊല്ലം കൊണ്ട് കംപ്ലീറ്റായി. ആദ്യം വെച്ചത് ഇവിടെയാണ്, ഇവിടെ അല്ല, തലക്കലല്ല, വെടിയല്ല വെച്ചത്, പിന്നെ ഇവിടെയാണ് വെച്ചത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഇറങ്ങിയത് ഇവിടെയാണ് വെക്കണത്.
പറഞ്ഞ മനസ്സിലാകണ്ട. ആ പിന്നെ ഇറങ്ങിയത് ഇവിടെയാണ്. അങ്ങനെ 23 കൊല്ലം കൊണ്ട് എന്തായി? മുഴുവനായി, ഫുള്ളായി, എല്ലായി. അപ്പം ഏത് മുതൽ? ഫാത്തിയ മുതൽ നാസ് വരെ. ഒന്നാമത്തെ സൂറത്ത് ഫാത്തിയ, അവസാനത്തെ സൂറത്ത് നാസ്. അങ്ങനെ തന്നെയാണ് വഹി. പൂർത്തിയായി, നബി വഫാത്തായി. അതിന് ശേഷമാണ് എന്ത് വരുന്നത്? മുസ്ഹഫ് വരുന്നത്. നബി വഫാത്തായതിന് ശേഷമാണ്, അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കാലത്താണ് ക്രോഡീകരിക്കപ്പെടുന്നത്. എങ്ങനെ ക്രോഡീകരിക്കണത്? ഇത് ഒരു എല്ലുമ്മലാണ് എഴുതിയെന്ന് വിചാരിച്ചോളി. ഇത് ഉള്ളത് എവിടെയാണ്? ഒരു ഈത്തപ്പനൻ്റെ പലകമലാണുള്ളത്. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരോടും കൊണ്ടുവരാൻ പറഞ്ഞു. ഉമർ ഖത്താബ് വിളംബരം ചെയ്തു. ചരിത്രം നിങ്ങൾക്ക് അറിയില്ല, കഥ അറിയില്ലേ? വിളംബരം ചെയ്തു ഉമർ ഖത്താബ്. എല്ലാവരോടും കൈക്കളിലൊക്കെ വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. അപ്പം ഒരാളെ കയ്യിൽ ഫാത്തിയ എഴുതിക്കണത് എല്ലിലാന്ന് വിചാരിച്ചോളി. അൽബക്കറ ഉള്ളത് മാനിൻ്റെ തോലിലാന്ന് വിചാരിച്ചോളി. അല്ലെങ്കിൽ ഈത്തപ്പനൻ്റെ ഇതിമൊരു പലകമല്ലാന്ന് വിചാരിച്ചോളി. അത് ഓരോന്ന് ഇങ്ങനെ വെച്ച് അങ്ങനെ ക്രോഡീകരിച്ചു എല്ലാവരും. മറ്റത് ഓരോരുത്തരുടെ ഭാഗത്താണുള്ളത്. അൽബക്കറ നിങ്ങളെടുത്ത്, ആലിമ്രാൻ വേറൊരാളെടുത്ത്, നിസാഹ് വേറെ അടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും തെറ്റ് വന്ന് ക്രോഡീകരിച്ചു. എന്നിട്ടൊരു പരിശോധന നടത്തുകയാണ്. മുഴുവൻ ഹാഫിദുകളെയും വിളിച്ചു. സയ്യിദ് ബിൻ സാബിത്ത് എന്ന പ്രമുഖനായ സഹാബിയെ ഉത്തരവാദിത്തപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് കംപ്ലീറ്റ് സമാഹരിച്ചു. അങ്ങനെ അവിടെയുള്ള മുഴുവൻ ഹാഫിദുകളും ഇത് ഓക്കെയാണെന്ന് സമ്മതിച്ചു. അന്ന് ജീവിച്ചിരിക്കുന്ന ഖുർആൻ മനപ്പാടമാക്കിയ മുഴുവൻ സ്വഹാബിമാരും ഇതുതന്നെയാണ് അതിൻ്റെ ഓർഡർ, ഇതിങ്ങനെ തന്നെയാണ്, ഇതിൽ തെറ്റില്ല എന്ന് എല്ലാവരും ഐക്യകണ്ഠേന. ഒരാൾക്ക് പോലും എന്തായില്ല, അല്ല അത് അവിടെ അല്ലല്ലോ എന്നൊരു സംശയം പോലും ഉണ്ടായില്ല. എല്ലാവരും. അതുകൊണ്ടാണ് ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മുത്തവാത്തിറാണ് എന്ന് പറയാൻ കാരണം. ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മുത്തവാത്തിറാണ് എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഒരു സംശയത്തിനും ഇടയില്ലാതെയാണ് ഇത് ശേഖരം. അങ്ങനെ ഇതൊരു കോപ്പിയായി. ഇപ്പം ഇത് ഖുർആനായി, ഇത് മുസ്ഹഫായി. അങ്ങനെ ഇതിനെയാണ് ആരെന്ത് വിളിച്ചത്? അബൂബക്കർ റളിയല്ലാഹു തആല മുസ്ഹഫ് എന്ന് വിളിച്ചത്. അതാണ് ആദ്യത്തെ മുസ്ഹഫ്. അത് നേരെ എല്ലാം കൂടി എടുത്തിട്ട് എന്താക്കി? ഹഫ്സ ബീവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു. ആരെ വീട്ടിൽ? ഹഫ്സ ബീവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു. അതാണ് ആദ്യത്തെ മുസ്ഹഫ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ക്രോഡീകരിച്ചതിന് ശേഷം പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് എന്ത് ചെയ്യണത്? പിന്നെ കോപ്പി എടുക്കണത്. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്താണ് എന്ത് ചെയ്യണത്? ഇതിൻ്റെ കോപ്പികൾ എടുക്കണത്. ആ കോപ്പികൾ എല്ലാം എന്തായി? ഇപ്പം അതിലെ ഒരു കോപ്പി എന്ന് പറയപ്പെടുന്നത് ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട്. അത് മാനിൻ്റെ തോലിൽ എഴുതപ്പെട്ട, മാനിൻ്റെ തോൽ 1000 പേജാണ്, എല്ലാം മാനിൻ്റെ തോലാണ്, സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതിയ ഒരു കോപ്പി ഇപ്പോൾ ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അന്ന് എടുത്ത കോപ്പി ഖുർആൻ്റെ കോപ്പിയാണ് മുസ്ഹഫ്. പിന്നെ അതിങ്ങനെ വന്ന് ഇപ്പം നമ്മളെ കയ്യിലെത്തിയതുപോലെ ആയി മാറി. അപ്പോൾ എന്തിനാപ്പോൾ അത് പറഞ്ഞത്? ജൂതന്മാരാവശ്യപ്പെട്ടത് എന്താ? ഒരു ഗ്രന്ഥം ആകാശത്ത് ഇറക്കി തരണമെന്നാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് ചോദിക്കാനുള്ള കാരണം എന്താ? മൂസാ നബി, ജൂതന്മാർ ഓല നബി എന്ന് പറഞ്ഞ മൂസാ നബി പോയിട്ട് വാങ്ങിയതാണ്. അത് മലൻ്റെ മേലെ പോയത് ആകാശത്ത് നിന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഫഖദ് സഅലു, അപ്പം അല്ലാഹ് പറയാണ്, ഫഖദ് സഅല മൂസ അക്ബറ മിൻ ദാലിക. ഇപ്പം ഇവിടെ ഉള്ള നബിൻ്റെ മുന്നിലുള്ള ജൂതന്മാരല്ലേ ഇത് ചോദിക്കണത്. എന്നാൽ നബിനോട് പറയാം, നബി നിങ്ങൾക്കറിയോ മൂസാ നബിനോട് പൂർവികന്മാർ ഇതിനേക്കാൾ വലിയ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നബിനോട് ജൂതന്മാർ പറയണത് ആകാശത്ത് പോയിട്ടൊരു കിതാബ്, അല്ലാതെ ഇങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ഓതി തരുന്ന ആയത്ത് നമ്മൾക്ക് സ്വീകാര്യമല്ല. ഇവർ പറയാം, കാരണം ജിബ്രീൽ വരുമ്പോഴാണ് നബി ആയത്ത് ഓതി കൊടുക്കണത്. അത് നമുക്ക് പറ്റൂല. ഈ എന്ത് ചെയ്യണം? ആകാശത്ത് പോയിട്ട് മൂസാ നബി വാങ്ങിയ മാതിരി വാങ്ങിക്കൊണ്ടാന്ന്. അപ്പോൾ അള്ളാഹ് കൊടുക്കണ മറുപടി എന്താ അറിയോ? ഇവരുടെ വാപ്പാര് പണ്ട് മൂസാ നബീൻ്റെ കാലത്ത് ജീവിച്ചണല്ലോ. ഇവർ മൂസാ നബിയോട് ഇതിനേക്കാളും വലിയ അതാണ് ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക. എന്താ ചോദിച്ചത്? ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ, അള്ളാഹിനെ ഞങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെന്ന് പറഞ്ഞവർ. എല്ലാം ഞങ്ങൾ വിശ്വസിക്കൂലാറിനെ കണ്ണുകൊണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഏത്? അള്ളാഹിനെ എങ്ങനെ ആരാധിക്കണമെന്ന് ഖുർആനിൽ പറയണത്. ഇവർ ചോദിച്ചത് നേരെ ഇതിലാണ്. കണ്ണുകൊണ്ട് കണ്ടാലേ ഓലെന്ത് ചെയ്യുള്ളൂ?
ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അള്ളാഹ് കണ്ണുകൊണ്ട് കാണാത്ത അള്ളാഹിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. മനസ്സിലാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ ശിർക്ക് വരുന്നത് കണ്ണുകൊണ്ട് കാണിനാണ് എന്ത് ചെയ്യണത്. അതുകൊണ്ടാണ് അള്ളല്ലാത്ത ആരാധിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ കണ്ണിന് ഇങ്ങനെ വലിയ ഇത് കിട്ടുന്ന കാഴ്ചയാക്കി മാറ്റിയത്. ഫഹ്ദത്തുഹുമു സ്വായിഖത്തു ബിളുൽമിഹിം, അവരുടെ ആ ലുൽമ കാരണം, ഷിർക്ക് എന്ന ലുൽമ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇടുത്തി കൊണ്ട് പിടികൂടി എന്നാണ് പറഞ്ഞത്. ഒരു ഇടുത്തിയാണ്ട് വന്നു, തീർന്നു അവരെ കഥ. അന്ന് ചോദിച്ച ആൾക്കാരെ കഥ കഴിഞ്ഞു. സുമ്മത്തഖദുൽ ഇജ്ല മിൻ ബഅദി മാ ജാഅത്തുമുൽ ബയ്യിനാത്ത്, വീണ്ടും വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം അവർ പശുക്കുട്ടിയെ ആരാധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഫഅഫൗന അൻ ദാലിക, അത് അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തു. വആതൈന മൂസ സുൽത്താന മുബീന, മൂസാ നബിക്ക് നാം വ്യക്തമായ ന്യായപ്രമാണം നൽകിയിട്ടുണ്ട്. ഇവരൊന്നും പറഞ്ഞ മൂസാ നബിക്ക് കൊടുത്തത് അതേ എന്താണോ അതന്നെയാണ് എന്ത് ഈ ഖുർആനും. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ന്യായപ്രമാണം കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യക്തമായ രേഖ തൗറാത്ത് ആരാധിക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ പറഞ്ഞത്? അതന്നെയാണ് ഇവിടെ ഉള്ളത്, ഖുർആനിലുമുള്ളത് എന്നർത്ഥം. അതാണ് അഫുവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, പിന്നെ സ്ത്രീകൾ മാത്രമുള്ള ഹജ്ജ് ഗ്രൂപ്പിൽ ഹജ്ജിന് പോകുന്നതിൻ്റെ വിധി എന്താണെന്നാണ്, ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. എന്താ ഹജ്ജ് എന്ന് മനസ്സിലാക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹു നമുക്ക് അഫുവും മഗ്ഫിറത്തും മർഹമത്തും എല്ലാം ഒന്നിച്ച് തരേണ്ട, ഉമ്മ നമ്മളെ പ്രസവിച്ച ദിവസം നമ്മൾ മരിച്ചിരുന്നെങ്കിൽ, നമ്മളെ പ്രസവിച്ച ദിവസം, നമ്മളെ ഉമ്മ പ്രസവിച്ച ദിവസം നമ്മൾ അന്ന് തന്നെ മരിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നോ സ്വർഗത്തിൽ, ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഇബാദത്താണെന്ത്? ഹജ്ജ്. അപ്പോൾ അതതിനെ മട്ടത്തിനാക്കണം. മനസ്സിലായില്ലേ? ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ മഹ്റം നിർബന്ധമാണ്. മഹ്റം നിർബന്ധമാണ്. അപ്പം ഒരാൾക്ക് ഇനി മഹ്റം ഇല്ലായിരിക്കുക, ഹജ്ജ് നിർബന്ധമില്ല. മനിസ്തത്താ ഇലഹി സബീല എന്ന് പറഞ്ഞാൽ എന്താ? മനിസ്തത്താ ഇലഹി സബീല എന്ന് പറഞ്ഞാൽ എല്ലാ വഴിയാലെയും ശാരീരികമായും പിന്നെ ആരോഗ്യം കൊണ്ടും യാത്ര കൊണ്ടും കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിന് പറ്റിയ ആൾക്കാർ എന്ത് ചെയ്താൽ മതി. ഒരാൾക്ക് പൈസ കുറേ കോടികളുണ്ട്, ആരോഗ്യമില്ല, അയാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? ഇല്ല. ഒരാൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്ക് പോയി വരാനുള്ള മുതലില്ല, അയാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? ഇല്ല. അതേപോലെ ഒരാൾക്ക് ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, പക്ഷെ അയാൾക്ക് പോകാനുള്ള അനുമതി കിട്ടുന്നില്ല. പാസ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വിചാരിച്ചോളി, കിട്ടണില്ല, പോകാൻ കഴിയണില്ല അയാൾക്ക്, അയാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? മനുഷ്യത്തായിലെ ഈ സബീലയിൽ അയാൾ പെട്ടുന്നില്ല, ഹജ്ജ് നിർബന്ധമില്ല. അതേമാതിരി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കൊരു ഹജ്ജ് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീക്ക് മഹറമായിട്ട് ആരുമില്ല വിചാരിക്കുക, മഹറമായിട്ടുള്ള ആങ്ങളാരുമില്ല, വാപ്പിയില്ല, ഭർത്താവില്ല, ഒന്നുമില്ല, കോക്കെന്തില്ല, ഹജ്ജ് നിർബന്ധമില്ല. അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല, ചോദ്യമില്ല. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഗ്രൂപ്പിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ എന്നത് ഇപ്പോൾ സൗദി അറേബ്യയിൽ അത്തരമൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അള്ളാഹു ആലം, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഹജ്ജിന് പോകാൻ നമ്മൾ എല്ലാ കാര്യവും അത് കൃത്യമായിരിക്കണം, അതിന് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഹജ്ജ് ഗ്രൂപ്പ് എന്നത് അത് ഇന്ന് പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് നബിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളിലോ ഇല്ലാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമ്മളെ എല്ലാ ആരാധനാ കർമ്മങ്ങളിലും പരമാവധി നമ്മൾ സൂക്ഷ്മത പാലിക്കുക. മതം പറഞ്ഞ പ്രകാരം നമ്മളെ ഇബാദത്തുകളെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. കൂടുതൽ ആ കാര്യം അന്വേഷിക്കുക, പഠിക്കുക, അതാണ് വേണ്ടത്. എല്ലാം അങ്ങനെ തന്നെ.
യാത്രയും ദൂര യാത്രകളൊക്കെ അങ്ങനെ തന്നെ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രകാരം ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.